ഭക്തരുടെ പ്രാർത്ഥനയേക്കാൾ ദൈവത്തിന്റെ വിശപ്പിന് പ്രാധാന്യം കൊടുക്കുന്ന ക്ഷേത്രം. വാതിൽ മഴുകൊണ്ട് വെട്ടിപ്പൊളിച്ചിട്ടാണെങ്കിലും കൃഷ്ണന്റെ വിശപ്പ് മാറ്റണമെന്ന് നിയമമുള്ള ക്ഷേത്രം. ലോകത്തിലെ തന്നെ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം. സമയനിഷ്ഠയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ക്ഷേത്രം. സൂര്യന്റെ അയനങ്ങൾ നോക്കി വഴിപാടുകളും കർമ്മങ്ങളും ചെയ്യുന്ന ക്ഷേത്രം. കേരളത്തിലെ കോട്ടയം ജില്ലയിലെ മീനച്ചില്ല നദിയുടെ കരയിൽ കാലത്തിനെ സാക്ഷിയായി നിൽക്കുന്ന ഒരു അത്ഭുത ക്ഷേത്രം തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഇതൊരു സാധാരണ ക്ഷേത്രമല്ല, വിശക്കുന്ന കൃഷ്ണൻ വസിക്കുന്ന ക്ഷേത്രമാണ്. പാണ്ഡവർ വനവാസക്കാലത്ത് പൂജിച്ചിരുന്ന വിഗ്രഹം പിന്നീട് ദ്രൗപദി ജലസ്രോതസ്സിൽ ഒഴുക്കിവിടുകയും പിന്നീട് കണ്ടുകിട്ടിയ വിഗ്രഹം ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുകയും എന്നാൽ പല അനർത്ഥങ്ങൾ കാരണം അത് തിരികെ ഒരു വാർപ്പിൽ ഒഴുക്കിവിടുകയും ചെയ്തു. കാലങ്ങൾക്ക് ശേഷം വില്വമംഗലം സ്വാമിയാരുടെ യാത്രക്കിടയിൽ വാർപ്പിലിരിക്കുന്ന ശ്രീകൃഷ്ണന്റെ ദിവ്യവിഗ്രഹം കണ്ടുകിട്ടുകയും അങ്ങനെ അത് പ്രതിഷ്ഠിക്കുകയും വിഗ്രഹം കിട്ടിയ സ്ഥലം തിരുവാർപ്പ് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. തിരുവാർപ്പ് ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കംസനെ വധിച്ചതിനു ശേഷം വിശക്കുന്ന രൂപത്തിലുള്ള കൃഷ്ണൻ. അതുകൊണ്ട് കണ്ണന് നിവേദ്യം നൽകാൻ ക്ഷേത്രം വളരെ നേരത്തെ തുറക്കുന്നു. ഇന്ത്യയിലെ ഭൂരിഭാഗം ക്ഷേത്രങ്ങളിലും സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും വന്നാൽ തുറക്കാറില്ല. പക്ഷേ തിരുവാർപ്പിൽ ക്ഷേത്രം ഒരിക്കലും അടക്കില്ല. കാരണം കൃഷ്ണന് വിശക്കാൻ പാടില്ല എന്നതാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് ഉഷപ്പായസം. അരി, ശർക്കര, നെയ്യ്, പഴം എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ഈ നിവേദ്യം മനസ്സറിഞ്ഞു വേണം കൃഷ്ണന് സമർപ്പിക്കാൻ. ലോകമെമ്പാടും വിഷു ആഘോഷിച്ചാലും തിരുവാർപ്പുകാർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് കൊടിയേറി കഴിഞ്ഞാണ് വിഷു ആഘോഷിക്കുന്നതും കണി കാണുന്നതും. ഉത്സവം വന്നാൽ തിരുവാർപ്പ് ഭക്തരുടെ ഒരു സമുദ്രമായി മാറും. ലോകം തന്നെ ഉറങ്ങുമ്പോൾ കൃഷ്ണനെ ഉണർത്തുന്ന ക്ഷേത്രം, കൃഷ്ണന്റെ വിശപ്പ് മാറ്റുന്ന ക്ഷേത്രം തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം.